എന്തായാലും വലിയ ഒരു ആശ്വാസത്തിൻ്റെ ദിനം സുദിനമാണ്. ഈ ദിനമാണ് കാത്തിരുന്നത്. നിയമത്തിൻ്റെ കൃത്യമായ നിയമ വഴിയിലെ കൃത്യമായ ഇടപെടൽ സർക്കാർ ഒപ്പമുണ്ടായിരുന്നു, പാർട്ടി ഒപ്പമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഷിബിൻ്റെ പിതാവ് ഭാസ്കരൻ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. ഉമേഷ്, അന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് 17 പേരിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത പ്രതിയായിരുന്നു. ഒപ്പം തന്നെ ഈ അന്നത്തെ പ്രധാന ഈ അഡീഷണൽ സെഷൻസ് കോടതിയുടെ പ്രധാന കണ്ടെത്തലുകളിലൊന്ന് ഈ പ്രോസിക്യൂഷന് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൃത്യമായി സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. ഈ കുറ്റം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ വൈരാഗ്യമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി വന്നതോടുകൂടി ആ പറഞ്ഞതെല്ലാം അപ്രസക്തമായിരിക്കുന്നു. അതെ സിജു, അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് ഇവർ കുറ്റക്കാരാണ് എന്ന് തെളിയിക്കാനുള്ള ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പല കാര്യങ്ങളും കൃത്യമായി പോലീസ് അന്വേഷിച്ചില്ല. സാക്ഷിമൊഴികൾ വ്യക്തമല്ല, പലതും അവ്യക്തതയുണ്ട് എന്നൊക്കെയാണ് വിചാരണ കോടതി പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഈ ഒരു വിധിക്ക് ശേഷം സർക്കാർ ഉൾപ്പെടെ അപ്പീൽ സമർപ്പിക്കുകയും കോടതിയിൽ ഓരോ കാര്യവും വളരെ വ്യക്തതയോടെ അവതരിപ്പിക്കാൻ കഴിയുകയും ചെയ്തു എന്നുള്ളതാണ്. സർക്കാരും ഈ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്ന അഡ്വക്കേറ്റ് കെ വിശ്വനാണ്, അദ്ദേഹം അടക്കം വളരെ വ്യക്തതയോടെ ഈ ഓരോ കാര്യങ്ങളും കോടതിക്ക് മുമ്പാകെ എത്തിച്ചു. എന്തുകൊണ്ട് ഇവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ള വാദം സാധൂകരിക്കുന്ന അടക്കമുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ കോടതിക്ക് മുമ്പാകെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രതികൾ രാത്രിയാണ് ഒരു ജീപ്പിൽ എത്തുകയും മാരകായുധം അടക്കം ഉപയോഗിച്ച് ഈ ഷിബിനെ ആഞ്ഞു വെട്ടുകയും നെഞ്ചിലടക്കം വെട്ടുകൊണ്ടാണ് ഷിബിൻ മരിക്കുന്നത്. ആ സാഹചര്യം അടക്കം അന്നത്തെ തെളിവുകളടക്കം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിന് ദൃക്സാക്ഷികളും ഉണ്ടായിരുന്നു. ആ ദൃക്സാക്ഷികളടക്കം കോടതിക്ക് മുമ്പാകെ എത്തിക്കാൻ, ഈ അപ്പീൽ പരിഗണിക്കുന്ന വേളയിൽ ദൃക്സാക്ഷികളടക്കം കോടതിക്ക് മുമ്പാകെ എത്തിക്കാനും അവരുടെ സാക്ഷിമൊഴികളടക്കം കോടതിയിൽ ബോധ്യപ്പെടുത്താനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇങ്ങനെ ഇപ്പോൾ 8 വർഷത്തിന് ശേഷമാണെങ്കിലും ഇതിൽ കൃത്യമായൊരു വിധി, ഇപ്പോൾ ഷിബിൻ്റെ പിതാവ് പറഞ്ഞതുപോലെ ഇതിലൊരു നീതി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. 8 വർഷത്തിന് ശേഷമാണെങ്കിലും കോടതി അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. ഇവർ വെറുതെ വിടേണ്ടവരല്ല, ഇവർ ശിക്ഷിക്കപ്പെടേണ്ടവരാണ് എന്നുള്ളത് കോടതിക്ക് ബോധ്യം വന്നു എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരായ 1 മുതൽ 6 വരെ പ്രതികളെയും ഒപ്പം 15, 16 പ്രതികളും, ഇതിൽ 1 മുതൽ 6 വരെ പ്രതികൾ എന്ന് പറയുമ്പോൾ അവർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. ഷിബിനെ അടക്കം വെട്ടി പരിക്കേൽപ്പിച്ച ആ സംഘത്തിലുണ്ടായിരുന്നവരാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ. 15, 16 പ്രതികൾ ഇവർക്ക് സംരക്ഷണം ഒരുക്കിയവരാണ്. ഇതിനുശേഷം ഇവർ ഒളിവിൽ കഴിയുമ്പോഴൊക്കെ അവർക്ക് വേണ്ട ഒളിവിൽ കഴിയാൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തവരാണ് മറ്റ് പ്രതികൾ. അവരെല്ലാം കുറ്റക്കാരാണ് എന്ന് തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. 302-ാം വകുപ്പും അത് കൊലപാതക കുറ്റം, അതുകൂടാതെ മറ്റ് വധശ്രമം അടക്കം ഉള്ള കുറ്റങ്ങൾ നിലനിൽക്കും എന്നുള്ളത് തന്നെയാണ് ഹൈക്കോടതി കണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത നടപടി എന്ന് പറയുന്നത് പ്രതികളോട് കോടതിയിൽ ഹാജരാകാൻ പറയലാണ്. അത് ഈ മാസം 15-ന് ഇവരോടെല്ലാം കോടതിയിൽ ഹാജരാകാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനുശേഷം കോടതി ഇവർക്കുള്ള ശിക്ഷ പ്രഖ്യാപിക്കാൻ ആണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് 15-ന് തന്നെ ഉണ്ടാകുമോ എന്നുള്ളത് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. പക്ഷേ 15-നാണ് ഇനി അടുത്തതായി ഇത് കോടതി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അന്ന് മുഴുവൻ പ്രതികളും ഹാജരാകണം. ശിക്ഷാ പ്രഖ്യാപനം അടക്കമുള്ള നടപടികളിലേക്ക് അതിനുശേഷം കോടതി കടക്കുകയും ചെയ്യും. ഉമേഷ്, കേവലം 19 വയസ്സുകാരനായ ഒരു യുവാവ്, നാട്ടിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ, സജീവ രാഷ്ട്രീയ പ്രവർത്തകൻ, അവിടെ കൃത്യമായി വർഗീയ നിലപാടുകളുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് വരുമ്പോൾ അതിനെ പ്രതിരോധിച്ച ഒരു വലിയ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നിന്നയാൾ, ആ യുവാവിനെ അടക്കം 6 പേർക്കെതിരെ, ആ യുവാവിനെ കൊല്ലുകയും 6 പേർക്കെതിരെ 6 പേരെ ഗുരുതരമായി ആക്രമിക്കുകയും ചെയ്ത കേസിൽ അന്ന് തന്നെ ഈ അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. സാഹചര്യ തെളിവുകൾ കൃത്യമായി ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല, കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് സെഷൻസ് കോടതി ഈ പ്രതികളെ വെറുതെ വിടുകയും ചെയ്തത്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ടത് വളരെ കൃത്യമായി സർക്കാരിൻ്റെ ഇടപെടൽ. സർക്കാർ അപ്പീലുമായി മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഷിബിൻ്റെ അച്ഛൻ, കേസിൽ നേരത്തെ ഈ ആക്രമണത്തിനിരയായ ഈ മറ്റുള്ളവർ, ഷിബിനൊപ്പം ഉണ്ടായിരുന്നവർ, അവരെല്ലാം തന്നെ അപ്പീലുമായി പോകുമ്പോൾ കൃത്യമായി സർക്കാരിന് ഇത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. പ്രോസിക്യൂഷൻ ഇപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറടക്കം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. ഇത് വളരെ കരുതി കൂട്ടിയുള്ള ഗുരുതരമായ ആക്രമണം, ആ പ്രദേശത്തെ രാഷ്ട്രീയ വൈരം തീർക്കലായിരുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സർക്കാരിൻ്റെ ഇടപെടൽ തന്നെ ഇക്കാര്യത്തിലെടുത്ത് പറയേണ്ടതുമുണ്ട്. ഉമേഷ്. അതെ സിജു, ഇത് യഥാർത്ഥത്തിൽ ഈ അഭിമന്യുവൊക്കെ കൊല്ലപ്പെട്ട സാഹചര്യം നമുക്കറിയാം. അതിന് മുമ്പ് നടന്നൊരു സംഭവമാണ്. ഏതാണ്ട് അതേ പ്രായമാണ്, 19 വയസ്സ് മാത്രമാണ് ഷിബിനുണ്ടായിരുന്നത്. നാട്ടിൽ വളരെ സജീവമായി വിഷയങ്ങളിൽ ഇടപെടുകയും
വളരെ മാതൃകാപരമായ പൊതുപ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്ത ഒരു യുവാവായിരുന്നു ഈ ഷിബിൻ എന്ന് പറയുന്നത്. 19 വയസ്സിലാണ് ഷിബിന് ഇത്തരത്തിൽ ഷിബിനെ ഈ ഗുണ്ടാ സംഘം ആക്രമിക്കുകയും ഈ മുസ്ലിം ലീഗ് പ്രവർത്തകരടങ്ങുന്ന സംഘം കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. ഇത്തരത്തിലൊരു ചെറുപ്പക്കാരനെ നിഷ്കരണം കൊലപ്പെടുത്തിയിട്ടും ആ പ്രതികൾ അവരെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാവുകയാണ്. അത് അന്നത്തെ അന്വേഷണ സംഘത്തിൻ്റെയും ഒപ്പം ഈ കോടതിയിൽ പ്രോസിക്യൂഷൻ്റെയും ഒക്കെ വലിയ പരാജയമായി അന്ന് വിമർശിക്കപ്പെട്ടിരുന്നതാണ്. കാരണം കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും അതെല്ലാം കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ അവർ പരാജയമായി എന്നുള്ളതാണ് അന്ന് തെളിയിക്കപ്പെട്ടത്. അത് വലിയ വിമർശന വിധേയമായിരുന്നു. കാരണം അന്ന് UDF സർക്കാരാണ്, അന്നത്തെ ഈ പ്രതികളെല്ലാവരും മുസ്ലിം ലീഗ് പ്രവർത്തകരാണ്. അതുകൊണ്ട് ഈ പ്രതികൾക്ക് സംരക്ഷണം അവരിൽ ഈ ബന്ധപ്പെട്ടവരിൽ നടക്കുമ്പോൾ, ഈ ക്രൂര കൊലപാതകം നടക്കുമ്പോൾ സംസ്ഥാനത്ത് 2015 അധികാരത്തിലിരിക്കുന്ന UDF സർക്കാർ, അന്ന് ഈ പ്രതികൾ ലീഗ് പ്രവർത്തകർ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ, അതിനുശേഷമുള്ള 11 മുതൽ 17 വരെ പ്രതികൾ എന്ന് പറഞ്ഞാൽ ഈ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ അവർക്ക് സൗകര്യമൊരുക്കിയ ആളുകൾ, ഇങ്ങനെയെല്ലാം വളരെ കൃത്യമായ വിവരങ്ങൾ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഒരു പ്രോസിക്യൂഷൻ, അന്നത്തെ പ്രോസിക്യൂഷൻ്റെ പരാജയം? ഇത് കൊല്ലപ്പെട്ടത് DYFI പ്രവർത്തകനായതുകൊണ്ട്, കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് അവൻ കൊല്ലപ്പെടേണ്ടവനാണ് എന്നുള്ളൊരു ബോധ്യം കൂടി, അങ്ങനൊരു ബോധ്യപ്പെടുത്തൽ കൂടിയാണ് അന്നത്തെ UDF സർക്കാർ നടത്തുകയും ചെയ്തത്. അതിനുകൂടി ഏറ്റ തിരിച്ചടിയായി തന്നെ വേണം ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ വിധിയെ നമുക്ക് കാണേണ്ടത്. തീർച്ചയായിട്ടും സിജു, അങ്ങനെ തന്നെ നമുക്ക് പറയാം. കാരണം അന്ന് ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് ബോധപൂർവമാണോ അല്ലയോ എന്നുള്ളത് സംബന്ധിച്ചാണ് അന്ന് വലിയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നത്. ഏതായാലും വീഴ്ച സംഭവിച്ചു എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് അന്ന് അത്തരത്തിലൊരു വിധി കോടതിയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. കാരണം ഒരു കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് അവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നവരെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു ഭരണകൂടം ആ സമയത്ത് അതിന് മുതിർന്നില്ല എന്നുള്ളത് വലിയ വിമർശന വിധേയമായതാണ്. അതുകൊണ്ട് തന്നെയാണ് അന്ന് 17 പ്രതികളെയും, അതായത് 1-2 പ്രതികളെ ശിക്ഷിച്ച് ബാക്കിയുള്ളവരെ വെറുതെ വിടുക എന്നുള്ളതല്ല, ഈ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട് വിചാരണ നേരിട്ട ആ 17 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് അന്ന് കോടതിയിൽ നിന്നുണ്ടായത്. അത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പിന്നീട് സർക്കാരിന് ബോധ്യമാവുകയും അങ്ങനെ LDF സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പിന്നീട് ഒരു നിയമ പോരാട്ടത്തിലേക്ക് കടക്കുകയുമായിരുന്നു. അതാണ് ഈ വിഷയത്തിൽ ഒരു അപ്പീൽ സമർപ്പിച്ചത്. അത് സർക്കാർ മാത്രമല്ല, ഷിബിൻ്റെ പിതാവും ആക്രമണത്തിൽ പരിക്കേറ്റ മറ്റ് 6 പേരുമുണ്ട്. ഇവരെല്ലാം ചേർന്ന് 3 അപ്പീലുകൾ കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുകയും ആ അപ്പീലിൽ വിശദമായ വാദപ്രതിവാദത്തിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തത്. അന്ന് വിചാരണ കോടതി പറഞ്ഞ ഇത് കൃത്യമായി അന്വേഷിച്ചില്ല, സാക്ഷിമൊഴികളിൽ അവ്യക്തതയുണ്ട് തുടങ്ങിയ കോടതിയുടെ നിരീക്ഷണങ്ങൾ ഖണ്ഡിക്കുന്ന തരത്തിൽ വളരെ വ്യക്തതയോടെ സാക്ഷിമൊഴികൾ, ഇതിന് അവരുടെ ദൃക്സാക്ഷിയുടെ അടക്കം മൊഴി കോടതിക്ക് മുമ്പാകെ എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്നത്, സ്പെഷ്യൽ ഗവൺമെൻറ് പ്രൊക്യൂട്ടർ ആയിരുന്നത് അഡ്വക്കേറ്റ് K. വിശ്വനാണ്. അദ്ദേഹം അടക്കം വളരെ ശക്തമായ വാദങ്ങൾ മുന്നോട്ട് വെച്ചു, ഉന്നയിച്ചു. അന്ന് തെളിയിക്കപ്പെടാതെ പോയത് എന്തൊക്കെയാണോ അതെല്ലാം തെളിയിക്കാൻ ഈ ഘട്ടത്തിൽ ഈ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ 2016 ഇത്തരത്തിലൊരു ഉത്തരവുണ്ടായി. വളരെ വർഷം നീണ്ട, ഏതാണ്ട് 8 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഈ കൊല്ലപ്പെട്ട ഷിബിന് നീതി ലഭ്യമാകുന്ന തരത്തിൽ ഒരു വിധി സമ്പാദിക്കാൻ കഴിഞ്ഞത്. അത് പ്രോസിക്യൂഷൻ്റെയും ഒക്കെ വലിയ വിജയമായി തന്നെ കാണാം, പ്രോസിക്യൂഷൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ വലിയ വിജയമായി കാണാം. ഒപ്പം സിജു സൂചിപ്പിച്ചതുപോലെ അന്നത്തെ ഭരണ നേതൃത്വത്തിന്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് വലിയൊരു തിരിച്ചടി കൂടിയാണ് ഇന്നത്തെ ഈ വിധി.